ചത്താലും വിടില്ല ഞാൻ കേരളത്തിൻ ഭരണം. 81 എന്റെ ചെറുപ്രായം. നമസ്കാരം സാർ. നമസ്കാരം. അഞ്ജന, വിഷുവിന് നാട്ടിൽ പോണില്ലേ? പോണം സാർ, ഒന്ന് ഉച്ചയ്ക്ക് ശേഷം പോണം. എന്താണ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ വിഷുവിന്? അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സദ്യ ഉണ്ടാക്കും, വിഷു ആഘോഷിക്കും, അത്ര തന്നെ ഉള്ളൂ. അത്രേ ഉള്ളൂ? പടക്കം പൊട്ടിക്കുക, അത്രേ ഉള്ളൂ വിഷുവിന് അവിടെ? അല്ലാതെ വേറെ അടി ഇടിയൊന്നും ഇല്ല? നമ്മുടെ അവിടെ അടിയൊന്നുമില്ല. അല്ല, വിഷുത്തല്ല് എന്ന് പറയുന്നത് തല്ലൊക്കെ ഉണ്ട്. ഞാൻ കുട്ടിപ്രായത്തിൽ അത്തരം പാട്ടുകളൊക്കെ കേട്ട് രസമായിട്ട് ഈ വിഷുത്തല്ല് കാണാൻ വേണ്ടി പ്രത്യേക പാട്ടുണ്ട്. വിഷുവിന് ആ പാട്ട് പാടിയിട്ടാണ് തല്ലുക. തല്ല് എന്ന് പറഞ്ഞാൽ രസകരമാണല്ലോ, ആരും കൊല്ലാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം എന്താണ് ഇന്നത്തെ പ്രത്യേകത? എന്നെ വിളിച്ചു എന്നോട് ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സാറിന്റെ എല്ലാ പാരഡികളും വൻ ഹിറ്റായിരിക്കുകയാണ്. അപ്പൊ അതിലൊരു പാരഡിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത്. ഇപ്പൊ നടക്കാനും വയ്യ എനിക്ക്, കുനിയാനും വയ്യ എനിക്ക്. മുഖ്യമന്ത്രിനെ കുറിച്ചിട്ട് ഇപ്പൊ ഒരു ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? വളരെ രൂക്ഷമായിട്ടാണല്ലോ മുഖ്യമന്ത്രിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്? അതായത് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ എന്ന് പറയുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ്. എൻ്റെ കാല് അടുത്ത കാലത്ത് ചെറിയൊരു വഴുതിയിട്ട് കാല് മുട്ടിയിട്ട് ചെറിയ തകരാറുണ്ടായി. മനുഷ്യന് അതൊക്കെ ഉണ്ടാവും. വയസ്സായാൽ അസുഖം വരും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ല കാര്യം. 2 തവണ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ കാലത്ത് ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് ക്ലിഫ് ഹൗസിൽ താഴേന്ന് മുകളിലേക്ക് ലിഫ്റ്റ് വെച്ചത്. അത്ര പോലും നടക്കാൻ അദ്ദേഹത്തിന് വയ്യ. പിന്നെ നവകേരള യാത്രയിൽ അദ്ദേഹത്തിന് ബസ്സിൽ കയറുന്നതിൽ ലിഫ്റ്റ് ഓട്ടോമാറ്റിക് പൊങ്ങുന്ന എസ്കലേറ്റർ വെച്ചിട്ടാണ് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോയത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് പോലും കയറി നടക്കാൻ പറ്റാത്ത ഒരാൾ വീണ്ടും മത്സരിക്കുന്നു എന്നത് ആ പാർട്ടിയുടെ നയങ്ങൾക്കെതിരാണ്. 75 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ മത്സരിപ്പിക്കാൻ പാടില്ലാന്ന്. മാത്രമല്ല അദ്ദേഹം നാഴിക്കുന്ന പ്രാവശ്യം അമേരിക്കയിൽ പറക്കുകയാണ് എന്ത്, ക്യാൻസർ ചികിത്സയ്ക്ക്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത ഒരാൾക്ക് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതെ അധികാരം വേണം എന്നുള്ളതിൽ കെട്ടിപ്പിടിക്കുകയാണ് അദ്ദേഹം. 81 വയസ്സിലും അധികാരം വേണമെന്ന് അധികാര ഭ്രാന്താണ് അദ്ദേഹം കാണിക്കുന്നത്. ആ അധികാര ഭ്രാന്തിനെയാണ് വിചാരിച്ചാൽ ആ ഭാഗം ഒന്ന് കേൾപ്പിക്കാൻ പറ്റുക. ആദ്യം ചത്താലും വിടില്ല ഞാൻ കേരളത്തിൻ ഭരണം. 81 എന്റെ ചെറുപ്രായം. നമ്മൾ ആ ഭാഗത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന് അധികാര ഭ്രാന്ത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഇതാവുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ബോഡി ഷേമിനെ പറ്റി പറഞ്ഞല്ല, ഒരാളെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും അത് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളാണ്. കാരണം ആർക്കും നാളെ അസുഖം വരാം. പക്ഷെ അങ്ങനെ ഒരാൾ എന്തിനാണ് ഈ അധികാരത്തിന് വേണ്ടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതാണ് ഞാൻ ഉയർത്തിയത്. അത് ഭയങ്കരമായ ആളുകൾ ഇഷ്ടപ്പെട്ടു. കാരണം ദിവസേന കാണില്ലേ നമ്മൾ അദ്ദേഹത്തിന് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, 41 വണ്ടി കാറിൻ്റെ സഹായത്തോടെയാണ് പോകുന്നത്. കണ്ടില്ലേ? ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അദ്ദേഹത്തിന്. ജനങ്ങളിൽ നിന്നൊക്കെ എത്രയോ അകന്ന് അങ്ങനെ കൊണ്ടടക്കുകയാണ്. നടക്കാൻ വയ്യാത്ത ആളെ പൊക്കിയിട്ടാണ് കൊണ്ടുവെക്കുന്നത്. കണ്ടില്ലേ? അതിൻ്റെ അകത്ത് ആ വീഡിയോസിൽ അതിനെ പരസ്യമായി വിമർശിച്ചതാണ് ഇത്. അദ്ദേഹം ആണോന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലെ ഒരാളെ വിമർശിച്ചു ഞാൻ. ഇപ്പോ അത് ഇറങ്ങിയതിന് ശേഷം ലക്ഷം ജനങ്ങളാണ് ഇപ്പോ തിരഞ്ഞെടുപ്പിന് ശേഷം അത് കണ്ടിരിക്കുന്നത്. അത്രയും ഹിറ്റാണ് അത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് പടരുകയാണ് എന്നതാണ് സത്യം. ഇത് ഭയങ്കര വൈറലായിരിക്കുകയാണ് ആ പാട്ട്. എല്ലാ പാട്ടും വൈറലായിട്ടുണ്ട്. ഈ പാട്ട് ഡയറക്റ്റ് പിണറായി വിജയന്റെ അധികാരമോഹത്തെ കൃത്യമായി കാണിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല അതിനകത്ത് വേറെയുണ്ട്. ആ ഭാഗം കേട്ടിട്ടുണ്ടോ? അതൊന്ന് അതിനെപ്പറ്റി പറയൂ, ചോദിക്കൂ, അപ്പൊ ഞാൻ പറയാം. ഇപ്പോ കാറില്ലാതെ ഒരുപാട് കാറുകളുടെ സഹായം വേണം. അതായത് അദ്ദേഹത്തിന്റെ നമ്മളെല്ലാവരും കേരളത്തിൽ കണ്ടാൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഓരോ നഗരങ്ങളിലും അവിടെ ബന്ധിക്കുകയാണ്. അവിടെ കൂടെ മറ്റുള്ള നാട്ടുകാർക്കൊന്നും പോകാൻ പറ്റാതെയൊക്കെയാണ്. അദ്ദേഹം പോയിട്ട് അവിടെ ആയിരക്കണക്കിന് പോലീസിനെ അവിടെ കൊണ്ടിടുകയാണ്. എന്നിട്ട് ജനങ്ങളെ തടയുകയാണ്. ഇതെന്ത് ഭരണാധികാരി? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ട കാര്യമാണത്? അങ്ങനെ വെറുക്കപ്പെട്ട ആളായി മാറി പിണറായി വിജയൻ എന്നുള്ളതിന്റെ സൂചിപ്പിച്ചതാണ്. 41 വണ്ടി പോലീസ് ഇതിന്റെ സഹായത്തോടെ പോണ് എല്ലാവരും നാട്ടിൽ കണ്ടതല്ലേ, ഞാനൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നാണം കെട്ട മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അധികാര ഭ്രാന്ത്, ഏകാധിപതി, ജനങ്ങളിൽ നിന്ന് അകന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ തയ്യാറല്ല.
അങ്ങനെയുള്ള ഒരു സമീപനമാണ്. നമുക്ക് ഉമ്മൻചാണ്ടിയെയാണ് ഇവിടെ കാണുന്നത്. അദ്ദേഹം പോകുന്ന യാത്ര ചെയ്ത ജനങ്ങളുടെ ഇടയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്, ജനങ്ങൾക്കൊപ്പമാണ്. അദ്ദേഹം ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്നേരത്ത് ഒറ്റയ്ക്ക് ചെന്ന് ഓരോരുത്തരെ കഷ്ടപ്പാടുകൾ അപ്പം തന്നെ പരിഹരിക്കുകയാണ്. അപ്പം തന്നെ എത്രയാണ് ആ പരിഹാരം, അപ്പം തന്നെ എഴുതിയ പരിഹാരമായി. ഇതങ്ങനെയല്ല, ജനങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത. ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. റിയാസും ഗണേഷും ബായിമാരാണ്. എന്താണ് അതിലൂടെ എന്താണ് പറയുന്നത്? അതായത് മരുമോൻ എന്ന് പറയുന്ന നമ്മുടെ റിയാസ്, ആ ഭാഗം കൂടെ ഒന്ന് കേൾപ്പിക്കാം. ആ ഭാഗം കൂടെ കേട്ടല്ല. അതിനകത്ത് ആ ഭാഗത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ മുഹമ്മദ് റിയാസ് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച് ഗുണ്ടകളുമായി ആക്രമിക്കുകയും അവിടെയുള്ള പിണറായിയുടെ ലാവ്ലിൻ കേസിൽ അയാൾ കോടിക്കണക്കിന് രൂപ വിദേശത്ത് കള്ളപ്പണം നിക്ഷേപമുണ്ടായിരുന്നു. അതേപോലെ സിംഗപ്പൂരിൽ 75 കോടി രൂപ അദ്ദേഹത്തിന് ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ പേരിലുണ്ടായിരുന്നു. ഈ പണമെല്ലാം ഈ സിംഗപ്പൂരിലേക്ക് വന്നത് എന്താ അറിയോ, നമ്മുടെ മലബാറിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ പേരിൽ കനേഡിയൻ ഗവൺമെൻറ് കൊടുത്ത 98.3 കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്ററിന് വേണ്ടി കൊടുത്ത ഫണ്ടിൽ 75 കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യേൻ്റെ അക്കൗണ്ടിലേക്കാണ് പോയത്. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യത്തിൻ്റെ രേഖകൾ ആർക്ക് കിട്ടി? മുഹമ്മദ് റിയാസിന് ക്രൈമിൻ്റെ ഓഫീസിന്. അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മകളെ തന്നെ കല്യാണം കഴിപ്പിച്ചു. മാത്രമല്ല മന്ത്രിസ്ഥാനത്ത് തട്ടിയെടുത്തു. മന്ത്രിസ്ഥാനം കിട്ടാനുള്ള യാതൊരു യോഗ്യതയില്ലാത്ത ഒരാളാണ് മുഹമ്മദ് റിയാസ്. ഗുണ്ടായിസം മാത്രമുള്ള ഒരാളാണ്. പക്ഷെ മരുമോനായി പിണറായിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അങ്ങനെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ച് തുപ്പ. കാരണം അതിൽ എന്താ കാരണം? ഈ രേഖ ആരുടെ അടുത്താണുള്ളത്? മുഹമ്മദ് റിയാസിൻ്റെ അടുത്താണുള്ളത്. ഞാൻ ക്രൈമിൽ പബ്ലിഷ് ചെയ്ത ആ രേഖകളാണ് ഞാനത് പുറത്തു കൊണ്ടുവന്നത്, മുഹമ്മദ് റിയാസിൻ്റെ കൈവശം കിട്ടിയത്. അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അതായി. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ മുഹമ്മദ് റിയാസ് സ്വന്തം ഭാര്യയെ നാഭിക്ക് ചവിട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് അങ്ങനെ എന്ത് ചെയ്തു? എന്നിട്ട് അവരോട് പറഞ്ഞെന്താ, 50 രൂപയ്ക്ക് എനിക്ക് പാളയ മാർക്കറ്റിൽ നിന്ന് പെൺകുട്ടികളെ കിട്ടുന്നിട്ടല്ല, നിന്നെ ആർക്ക് വേണടി എന്നൊക്കെ വളരെ മോശമായി പറഞ്ഞതായിട്ട് ആദ്യത്തെ ഭാര്യ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളെയാണ്, പീഡകവീരനെയാണ് ആരും മരുമാനാക്കിയത്? പിണറായി വിജയൻ. അപ്പോൾ ആ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരച്ചുത്തപ്പനാണ്. പിന്നെ ഗണേശൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ സരിതാ നായരുടെ പേരിൽ കള്ളപ്പരാതി ഉണ്ടാക്കി അദ്ദേഹം ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് കള്ളപ്പരാതി ഉണ്ടാക്കിയത് വേട്ടയാടിയത് കാരണം ഈ ഗണേശനാണ്. അതിൻ്റെ രേഖകൾ ഉണ്ടാക്കിയത് ഇവർ പിണറായിയും ഗണേശനും അതേപോലെ സരിതയും കൂടി ഉണ്ടാക്കിയ ഗൂഢാലോചനയാണ്. അപ്പം ഗണേശനെ ഒഴിവാക്കാൻ പറ്റുമോ? ഗണേശൻ തന്നെ പറഞ്ഞിരിക്കും 5000 പെൺകുട്ടികളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന്. അങ്ങനെ ഒരാളെയും കൊണ്ട് നടക്കേണ്ട, മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് പിണറായി. ഇതാണ് ഗണേശനും റിയാസും കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ച് തുപ്പാനും വയ്യ. കാരണം ഗണേശനെ പിടിച്ച് പുറത്താക്കുകയാണെങ്കിൽ എന്താവും? ഗണേശൻ വിളിച്ചു പറയും ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് പിണറായിയും കൂടി ചേർന്നിട്ടാണ്, അതിൻ്റെ യഥാർത്ഥം ഇതാണെന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ പിണറായി? അദ്ദേഹത്തിൻ്റെ എല്ലാം പോയില്ലേ? ഇതാണ് കാര്യം. മരുമോനില്ലാതെ എനിക്കെന്ത് ഭരണം, മാസപ്പടിയില്ലാതെ എനിക്കെന്ത് ലാഭം. ഇതിലൂടെ എന്താ പറയുന്നത്? മരുമോൻ ഇല്ലാതെ മരുമോൻ നിഴല് പോലെ നിൽക്കല്ലേ, എല്ലാ തട്ടിപ്പിനും കൂട്ടുനിന്ന്, എല്ലാ തട്ടിപ്പിനും അദ്ദേഹത്തെ ആളുടെ മകളുടെ ഭർത്താവല്ലേ. അപ്പം മകളുടെ ആവശ്യം എന്താ? അച്ഛത്രയൊക്കെ ഭരിച്ചാൽ മതി, ഇനി മരുമോനെ എൻ്റെ ഭർത്താവിനെ പിടിച്ച് ഭരണത്തിലിരുത്തണം എന്നാണ് ആരുടെ ആവശ്യം? മകളുടെ ആവശ്യം. ഇത്രയും കാലം അച്ഛൻ ഭരിച്ചു, അച്ഛനും അമ്മയും കൂടെ അല്ലേ നടന്നിരിക്കുന്നത് നാട് മുഴുവൻ, മുഖ്യമന്ത്രി. ഞങ്ങളൊന്നും നടക്കട്ടെ, അപ്പോൾ ഞങ്ങളെ മരുമോനെ മുഖ്യമന്ത്രി ആക്കണം എന്നാണ് പിണറായിനോട് മകള് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ കാര്യം പറഞ്ഞത്. പിന്നെ ഈ എല്ലാ കാര്യത്തിലും മരുമോൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. കാരണം മരുമോൻ റോഡ് നിർമ്മാണത്തിൽ കോൺട്രാക്ട് കൊടുത്തതിൽ കോടാനുകോടി രൂപയാണ്, 1 ലക്ഷം കോടിയുടെ റോഡ് നിർമ്മാണം നടന്നത് ഊരാളുങ്കൽ വഴി. അതിൽ 25% കമ്മീഷനാണ്. കമ്മീഷൻ പൈസയ്ക്ക് എവിടെയാണ്? വിദേശത്താണ് രണ്ടുപേരുടെയും ഇതല്ലേ. ഇവർ രണ്ടുപേരും തമ്മിൽ ബായ് ആണ്. മോനും മരുമോനും അല്ല, അച്ഛനും മരുമോനും എന്നുള്ളതല്ല, മനസ്സിലായി? ഭാര്യയുടെ അച്ഛനും എന്നുള്ളതല്ല. കള്ളന്മാർ, 2 കള്ളന്മാരാണ് ഈ രണ്ടുപേരും. മരുമോനില്ലാതെ എനിക്കെന്തു ഭരണം, മാസപ്പടി മോളില്ലാതെ എനിക്കെന്തു ലാഭം. എന്താ 75 അപ്പൂപ്പന്മാരെ വീട്ടിലിരിക്കെ, ഐസക്ക് വീട്ടിലിരിക്കെ. അതൊന്നും കേൾക്കാൻ നോക്ക്. 75 കണ്ടോരപ്പൂപ്പന്മാരെ വീട്ടിലിരി, ഐസക്കെ മിണ്ടതിരി ബാല. അതായത് പാർട്ടിയിൽ പറഞ്ഞിരിക്കുന്നത് 75 വയസ്സുള്ള ആൾക്കാരൊന്നും മത്സരിക്കാൻ പാടില്ല എന്നാണ്.
പിണറായിക്ക് എത്ര വയസ്സായി? 81 81 വയസ്സാ. മറ്റുള്ളവർക്കൊക്കെയോ? അപ്പം ഞാൻ വേറൊരാളാണ്, എനിക്കിതൊന്നും ബാധകമല്ല. എന്നാൽ 75 വയസ്സുള്ള തോമസ് ഐസക്കോ അതേപോലെ EP ജയരാജനോ MV ജയരാജനോ ഇവർക്ക് ഒന്നും തന്നെ എന്തില്ല, അവസരം കൊടുത്തില്ല. എന്തിന്? സുധാകരനെ പറഞ്ഞ അതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വെട്ടിമാറ്റുന്നതിന് പറഞ്ഞ അതാണ്. നിങ്ങളൊക്കെ അവിടെ പോയി, ഞാൻ മാത്രം മതി. കാരണം നാളത്തേക്ക് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ഒരാളുണ്ടാവരുത്, മരുമോനെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ളതാണ് ആ ഉദ്ദേശകാര്യം. PT കുഞ്ഞിമുഹദ്ദിനെ മുകേഷിനെ തുപ്പിയണിഞ്ഞ കോഴി, അതിലൂടെ എന്താണ് പറയുന്നത്? അതായത് പിണറായി രാഹുൽ മാങ്കൂട്ടത്തിനെ പെൺവേട്ടക്കാരനായിട്ട് വേട്ടയാടിയത് നമുക്ക് എല്ലാവർക്കും ഒരു കേസ് നിൽക്കുന്നതല്ല. പിണറായിൻ്റെ അടുത്തൊരു പരാതി 2 വർഷം മുമ്പ് നടന്നൊരു പരാതി ഒരു പെൺകുട്ടി കൊണ്ടു കൊടുക്കുന്നു, ഒരു അവതാരക, ഒരു ചാനലിൻ്റെ ഭർത്താവുള്ള ആളാണ്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടമായി പീഡിപ്പിച്ചു എന്ന് 2 വർഷം കഴിഞ്ഞിട്ട് ബലാത്സംഗത്തിന് പരാതി പിണറായി പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. കൊടുത്ത പാടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കൊണ്ട് കൊടുക്കുക, സാധാരണ പോലീസ് സ്റ്റേഷനിലേ കൊടുക്കേണ്ടത്. എന്നാൽ എന്നിട്ട് അന്ന് തന്നെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയാടി. അവസാനം ആ കേസൊക്കെ ഒന്നുമില്ലാതെ ഹൈക്കോടതിയും കോടതിയൊക്കെ പറഞ്ഞു, സുപ്രീം കോടതിയൊക്കെ പറഞ്ഞു ഈ കേസേ നിൽക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ PT മുഹമ്മദ് കുഞ്ഞിമുഹമ്മദ് എന്ന് പറയുന്ന മുൻ MLAക്കെതിരെ പരാതി വന്നിട്ട് തൊട്ട് നോക്കിയില്ല. അതേപോലെ ഗണേശൻ്റെ കാര്യം 5000 സ്ത്രീകളെ കാര്യം വന്നിട്ട് തൊട്ടൊന്നും പുറത്താക്കാനോ പറ്റിയില്ല. ഇതുപോലെ പെണ്ണുപിടിയന്മാരായ P ശശി അങ്ങനെയുള്ള ആളുകളെയും കൊണ്ടിട്ടാണ് പിണറായി വിജയൻ ഭരിക്കുന്നത്. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. ഇവിടെ ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് പ്രശ്നം എന്നുള്ള രൂപത്തിൽ പിണറായി ചെയ്ത അതിനെയാണ് പരിഹസിച്ചത്. PT കുഞ്ഞിമുഹമ്മദൻ പ്രിയപ്പെട്ട കോഴി, മുകേഷ് MLA തൊപ്പി വെച്ച കോഴി. PT കുഞ്ഞിമുഹമ്മദൻ പ്രിയപ്പെട്ട കോഴി, മുകേഷ് MLA തൊപ്പി വെച്ച കോഴി. ശശി പാർട്ടിക്ക് ഒഫീഷ്യൽ കോഴി, ഗണേശനും റിയാസും തമ്മിലൊത്ത കോഴി. ശശി പാർട്ടിക്ക് ഒഫീഷ്യൽ കോഴി, ഗണേശും റിയാസും തമ്മിലൊത്ത കോഴി. ചത്താലും ഭരണം വിടില്ല, പാതാള ഭരണവും വേണം. അതായത് അധികാരം മോഹം മനസ്സിൻ്റെ ഉള്ളിൽ ആക്രാന്തം ഉണ്ടാക്കി ഏകാധിപതിയായി. ഇനി ഭരണത്തിൽ ഇറങ്ങാൻ ഞാൻ താഴേക്ക് ഇറങ്ങില്ല, എനിക്ക് ഭരണം, ഇനി പാതാളത്തിൽ പോയാലും അവിടെയാണ് എനിക്ക് ഭരണം വേണം. അതേ ഒരു അത്യാഗ്രഹിയാണ് അദ്ദേഹം എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഞാൻ ലാവ്ലിൻ കേസിലെ പ്രതിയാണ്, ഇത്തരം ആരോപണങ്ങളുണ്ട്, നിൽക്കാൻ പാടില്ല. പാർട്ടിയിലെ ഭരണഘടന പ്രകാരം പറയുന്നത് ആരോപണ വിധേയമായ ആളുകളെ പുറത്താക്കണം എന്നാണ്. എന്നാൽ പിണറായിക്ക് അതൊന്നും ബാധകമല്ല. അധികാരം മാത്രമാണ് അദ്ദേഹത്തിന്. കട്ടുമുടിക്കണം, കൊള്ള ചെയ്യണം, വിദേശത്ത് മക്കളുടെ പേരിൽ സുരക്ഷിതമായി ഫണ്ട് എത്തിക്കണം, ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. ഇതിനെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പാട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങൾ സ്വീകരിച്ചത്. ഇത് കാലാകാലങ്ങളിൽ ഈ പാട്ട് നിലനിൽക്കും, യാതൊരു സംശയമില്ല. ഇനിയും ലക്ഷങ്ങൾ കാണും പാട്ട്. നമുക്ക് പൂർണ്ണമായിട്ടൊന്നും കൂടി കേൾപ്പിക്കാം പാട്ട്. ഓക്കെ. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, കാറൊന്നു പോരാ 40 എണ്ണം വേണം. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, കാറൊന്നു പോരാ 40 എണ്ണം വേണം. ലിഫ്റ്റ് വേണം, ലിഫ്റ്റൻ വീട്ടിലും ബസ്സിലും, കാലൊന്നു പൊക്കി വെക്കാൻ 6 ആളു വേണം. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, ഭരിക്കാതിരിക്കാൻ വയ്യെനിക്ക് വയ്യ. മരുമോനില്ലാതെ എനിക്കെന്തു ഭരണം, മാസപ്പടി മോളില്ലാതെ എനിക്കെന്തു ലാഭം. മരുമോനില്ലാതെ എനിക്കെന്തു ഭരണം, മാസപ്പടി മോളില്ലാതെ എനിക്കെന്തു ലാഭം. ും വയ്യ വയ്യ, ഇറക്കാനും വയ്യ വയ്യ, റിയാസും ഗണേശനും ഭായി ഭായിയല്ലേ. തുപ്പാനും വയ്യ വയ്യ, ഇറക്കാനും വയ്യ വയ്യ, റിയാസും ഗണേശനും ഭായി ഭായിയല്ലേ. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, ഭരിക്കാതിരിക്കാൻ വയ്യെനിക്ക് വയ്യ.
ചത്താലും വിടില്ല ഞാൻ കേരളത്തിൻ ഭരണം 81 എന്റെ ചെറുപ്രായം ചത്താലും വിടില്ല ഞാൻ കേരളത്തിൻ ഭരണം 81 എന്റെ ചെറുപ്രായം 75 കണ്ടോരപ്പൂപ്പന്മാരെ വീട്ടിലിരി ഐസകെ മിണ്ടതിരി ബാല 75 കണ്ടോരപ്പൂപ്പന്മാരെ വീട്ടിലിരി ഐസകെ മിണ്ടതിരി ബാല ചത്താലും വീടില്ല ഞാൻ കേരളത്തിൻ ഭരണം 81 എന്റെ ചെറുപ്രായം ഉഷാസി തൂലയട്ടെ അദാനിക്ക് ജയ് ജയ് യൂസാഫലിക്ക് എവിടെയും ഉലുവമാളാകാം ഉഷാസി തൂലയട്ടെ അദാനിക്ക് ജയ് ജയ് യൂസാഫലിക്ക് എവിടെയും ഉലുവമാളാകാം നടക്കാൻ വയ്യനിക്ക് കുനിയാൻ വയ്യനിക്ക് ചത്താലും വിടില്ല ഞാൻ പാതാളവും ഭരിക്കും നടക്കാൻ വയ്യനിക്ക് കുനിയാൻ വയ്യനിക്ക് ചത്താലും വിടില്ല ഞാൻ പാതാളവും ഭരിക്കും പിടികുഞ്ഞു മുഹമ്മദൻ പ്രിയപ്പെട്ട കോഴി മുകേഷ് MLA തൊപ്പി വെച്ച കോഴി പിടികുഞ്ഞു മുഹമ്മദൻ പ്രിയപ്പെട്ട കോഴി മുകേഷ് MLA തൊപ്പി വെച്ച കോഴി ശശി പാർട്ടിക്ക് ഒഫീഷ്യൽ കോഴി ഗണേശനും റിയാസും തമ്മിലൊത്ത കോഴി ശശി പാർട്ടിക്ക് ഒഫീഷ്യൽ കോഴി ഗണേശും റിയാസും തമ്മിലൊത്ത കോഴി പിന്നെ 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 ശശീന്ദ്രൻ വെറും ഒരു മന്ത്രിപ്പണി കോഴി ശശീന്ദ്രൻ വെറും ഒരു മന്ത്രിപ്പണി കോഴി നടക്കാൻ വയ്യനിക്ക് കുനിയാൻ വയ്യനിക്ക് ചത്താലും വിടില്ല ഞാൻ പാതാളവും ഭരിക്കും നടക്കാൻ വയ്യനിക്ക് കുനിയാൻ വയ്യനിക്ക് ചത്താലും വിടില്ല ഞാൻ പാതാളവും ഭരിക്കും